നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വർത്തമാനം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ന്യൂനപക്ഷങ്ങളും ഓരോ രാജ്യത്തെയും ന്യൂനപക്ഷങ്ങളും വിവിധ നാടുകളിൽ നിന്നുള്ള അഭയാർത്ഥികളുമാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി ഇന്ന് ലോകത്തിനു മുമ്പിൽ എഴുന്നേൽക്കുന്നത്. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളും അഭയാർത്ഥികളും വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന വിവിധ കാലങ്ങളായി തുടർന്നു വരുന്ന പലരുടെയും മേൽക്കോയ്മ ബോധങ്ങളാണ്. ന്യൂനപക്ഷം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ മതവിഭാഗത്തെ മാത്രമല്ല. അത് പല അർത്ഥത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നമ്മുടെയൊക്കെ സാമൂഹിക ഘടനയിൽ ചിലപ്പോൾ സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ അവരെയും നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാവുന്നതാണ്. നമ്മുടേതല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാവുന്നതാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യയും കേരളത്തിന് പുറത്തു നിന്ന് വന്ന ആളുകളുടെ പുറത്തു നിന്ന് വന്ന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിഥി തൊഴിലാളികളെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളെന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണെങ്കിലും ബംഗാളികളെന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും കൂടി ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. ഇവർ പലതരത്തിലുള്ള, ഞാൻ ഈ അതിഥി തൊഴിലാളികളെ ആസ്വദിച്ചല്ല പറയുന്നത്, ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കാവുന്ന മനുഷ്യർ എല്ലാ നാടുകളിലും പലതരത്തിലുള്ള നിലനിൽപ്പ് ഭീഷണികൾ നേരിടുന്നുണ്ട്. അതേപോലെ അഭയാർത്ഥികൾ സ്വന്തമായൊരു നാടില്ലാതെ ആ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ ദുഷ്കരമായതുകൊണ്ട് മറ്റു നാടുകളിലേക്ക് കുടിയേറാനും കടന്നു കയറാനുമൊക്കെ നിർബന്ധിക്കപ്പെടുന്ന മനുഷ്യർ, ആ മനുഷ്യരും ചേരികളിലും ചാളകളിലുമൊക്കെ ജീവിച്ച് മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ഇല്ലാത്തവരായി കഴിഞ്ഞുകൂടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഡൽഹിയിൽ പോയാൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കാണാൻ കഴിയും. അവിടെ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്ത പൗരന്മാരായോ മനുഷ്യരായോ പോലും പരിഗണിക്കപ്പെടാത്ത, വിദ്യാഭ്യാസം പോലും വിലക്കപ്പെടുന്ന, ശരിയായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പല നാടുകളിലും കുടിയേറ്റം അല്ലെങ്കിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്നത് ആ നാട്ടിൽ നിയമം മൂലം നിരോധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ ഈ രണ്ട് സാഹചര്യങ്ങളെ, ലോകാവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന എന്ന് പറയുന്ന രാഷ്ട്രത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. മുത്തുനബി മക്കയിൽ നിന്ന് 53-ാം വയസ്സിൽ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ചില ആളുകളൊക്കെ അതിനെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ അതിനെ മനസ്സിലാക്കി വെച്ചത് അതൊരു ഒളിച്ചോട്ടമായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ചരിത്രം പഠിച്ചാൽ അറിയാം. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചുറപ്പിച്ച് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി, ആസൂത്രണങ്ങൾ നടത്തി, ആ നാട്ടുകാരുമായി തന്നെ ആലോചനകൾ നടത്തി, അതിനുശേഷമാണ് ഈ പുറപ്പെടൽ സംഭവിക്കുന്നത്. ആ പുറപ്പെടലിനെയാണ്, പ്രയാണത്തെയാണ് നമ്മൾ അറബിയിൽ ഹിജ്റ എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ പലായനമായിരുന്നു അത്. അങ്ങനെ പറയാനുള്ള കാരണം, മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന മനുഷ്യർ, മുത്തുനബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും, അവർ വിട്ടുപോയ നാട്ടിലെ തങ്ങളുടെ സ്വത്തിനെക്കുറിച്ച്, സമ്പാദ്യത്തെക്കുറിച്ച് വേവലാതി പൂണ്ടല്ല പോകുന്നത്. നമ്മളൊരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടും. നമ്മുടെ സ്വത്തുക്കൾ അവിടെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ സ്വത്തുക്കൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ആയുഷ്കാലത്ത് ദുഃഖമായിരിക്കും അത്. എനിക്കവിടെ വീടുണ്ടായിരുന്നു, എനിക്ക് ബന്ധുക്കളുണ്ടായിരുന്നു, എനിക്ക് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു, എനിക്ക് പല വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നുവെന്ന് ആയുസ് തീരുവോളം നമുക്ക് പറയാനുള്ള സങ്കടപ്പെടാനുള്ള കാര്യമായിരിക്കും ഇത്തരം മാറ്റങ്ങൾ. പക്ഷേ ചരിത്രത്തിൽ ഹിജ്റയെ പഠിക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു സ്വഹാബിയും വളരെ ദുഃഖത്തോടുകൂടി ആ പലായനത്തെ വിലയിരുത്തിയതായി, തങ്ങളുടെ സമ്പാദ്യം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ എന്ന് വേപത്ത് പൂണ്ടതായി നമുക്ക് കാണാൻ കഴിയില്ല.
മറിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. തിരുദൂതരുടെ സമ്മതത്തോടുകൂടിയുള്ള യാത്രയാണ്. തിരുദൂതർ കൂടി പങ്കാളിയാകുന്ന യാത്രയാണ്. ആ ബോധത്തോടുകൂടി എല്ലാം വിട്ടെറിയുന്ന സമയത്തും അവരുടെ മനസ്സ് സന്തോഷത്തിലാണ്. അവർ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. മദീനയിൽ ചെന്ന് അവിടെ ഒരു രാഷ്ട്രം രൂപപ്പെടുത്തുക എന്നതായിരുന്നില്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ചില ആളുകളൊക്കെ തങ്ങളുടെ നിലപാടുകൾക്ക് സാധൂകരണം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന രാഷ്ട്രത്തെ ഉദാഹരിക്കാറുണ്ട്. മുത്തനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയല്ല, ചെന്ന് ചേരുന്ന ഇടങ്ങളെയെല്ലാം ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കുക എന്നത് നമ്മൾ വിശ്വാസികളുടെ മേൽ ബാധ്യതപ്പെട്ട കാര്യവുമല്ല. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഈ രാജ്യത്തെ ഒന്നാകെ ഇസ്ലാമികവൽക്കരിക്കുക, ഇതിനെ ഒരു മതരാഷ്ട്രമാക്കി തീർക്കുക എന്നത് നമ്മുടെ സംഘടനയുടെ താല്പര്യമല്ല, ഇസ്ലാമിൻ്റെയും താല്പര്യമല്ല, മുസ്ലിങ്ങളുടെ താല്പര്യമല്ല. പക്ഷേ മദീന രാഷ്ട്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ അങ്ങനെയും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ മുത്തുനബി ഹിജ്റ പുറപ്പെടുന്നത് മദീനയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി പരിവർത്തിപ്പിക്കണമെന്ന ലക്ഷ്യം മുന്നിൽ വെച്ചല്ല. പക്ഷെ അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ ഒരു രാഷ്ട്രം നിർബന്ധമാണ് എന്ന അവസ്ഥ കൊണ്ടുവന്നു. ഒരു രാഷ്ട്രമാവുന്ന സമയത്ത് അതിനൊരു വ്യവസ്ഥയുണ്ടാകണം, അവിടെ നിയമങ്ങളുണ്ടാകണം, നിയന്ത്രണങ്ങളുണ്ടാവണം, അതിന് എഴുതപ്പെട്ട രേഖയുണ്ടാകണം. ആ രേഖയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് ഉണ്ടായത് എന്ന്, മദീന ചാർട്ടറാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 52 ഖണ്ഡികകളാണ് മദീന ചാർട്ടറിലുള്ളത്. എന്താണ് ആ മദീന ചാർട്ടറിന്റെ സവിശേഷത? ആ നാട്ടിലുണ്ടായിരുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അസ്തിത്വത്തെ സംരക്ഷിക്കുകയും അവർക്ക് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്യുന്നു എന്നതാണ്. ഇസ്ലാം വാളിനാൽ പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രത്തിൽ മറ്റു മതവിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല എന്നൊക്കെ ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാം വിരുദ്ധരുമൊക്കെ ഇക്കാലത്തും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് മദീന ചാർട്ടറിൽ നമ്മൾ കാണുന്നത്? മദീനയിൽ അന്ന് പ്രധാനമായും 9 ജൂതഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ജൂതഗോത്രങ്ങൾ ഇവരാണ്: ബനു ഔഫ്, ബനു നജ്ജാർ, ബനു ഹാരിസ്, ബനു സഈദ്, ബനു ജഷാം, ബനു ഗൗസ്, ബനു ജഫ്ന, ബനു ശുതബ, ബനു സഅലബ എന്നിങ്ങനെ 9 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു മദീനയിൽ. ഈ 9 ഗോത്രങ്ങളുടെയും പേര് മദീന ചാർട്ടറിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും ഈ 9 വിഭാഗങ്ങളുടെയും പേര് ആ ചാർട്ടറിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഗോത്രവർഗങ്ങൾക്കിടയിലെല്ലാം വിവിധങ്ങളായ തർക്കങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതങ്ങനെയാണ്. ഒരു സമൂഹത്തിൽ തന്നെ വിവിധ ജാതികളും ഉപജാതികളും ഉണ്ടാകുന്ന സമയത്ത് അവർക്കിടയിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും. അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ നാട്ടിലുള്ള നിയമത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി ദുരുപയോഗിക്കാനുള്ള ഒരു സാധ്യത എല്ലാ കാലഘട്ടത്തിലുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. നമ്മുടെ രാജ്യത്തും പരിശോധിക്കാവുന്നതാണ്. ഈ നാട്ടിലെ ഉപരിവർഗവും ജാതി മേധാവിത്വവും ഒക്കെ നിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ഈ നാട്ടിലെ ദളിതരെയും കീഴാളരെയും ഒക്കെ ആ നിയമത്തിന്റെ പുറത്തു നിർത്താനും ഭരണഘടനയെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വിധിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു വരുന്ന കാലവും കൂടിയാണിത്. എന്തുകൊണ്ടാണ് മദീന ചാർട്ടറിൽ 9 ജൂതഗോത്ര വിഭാഗങ്ങളെയും പ്രത്യേകമായി പറഞ്ഞത്? അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായാലും ശരി, ഉണ്ടായില്ലെങ്കിലും ശരി, ഈ പറയപ്പെടുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. നിങ്ങളിലെ 9 ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ജൂതഗോത്രങ്ങൾക്കും ഈ പറയുന്ന മദീന ചാർട്ടർ ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷണവും ഉണ്ടായിരിക്കും. നിങ്ങൾ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് മദീന ചാർട്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു. നിങ്ങൾ ഈ രാജ്യത്തിനെതിരെ അക്രമം പ്രവർത്തിക്കാത്ത കാലത്തോളം, നിങ്ങൾ ഈ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാത്ത കാലത്തോളം,
നിങ്ങളെ പുറത്താക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. നിങ്ങൾ മറ്റൊരു മതവിശ്വാസം പങ്കിടുന്നു എന്നതുകൊണ്ട്, ഇസ്ലാമികമായ വിശ്വാസത്തെ നിങ്ങൾ പിന്തുടരുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇസ്ലാമിക ഭരണകൂടമോ ഇസ്ലാം മതവിശ്വാസികളോ മുതിരില്ല എന്ന് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ ഉറപ്പ് നൽകപ്പെട്ട ഭരണഘടനയാണ് മദീന ചാർട്ടർ എന്നറിയപ്പെടുന്നത്. ഇത് കേവലം വാഗ്ദാനം മാത്രമല്ല. ഒരു ഭരണകൂടം അധികാരത്തിലേറുന്ന സമയത്ത് ആ ഭരണകൂടം ആ നാട്ടിലെ ആളുകളെയൊക്കെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ വേണ്ടി, തങ്ങൾക്ക് കീഴ്പ്പെട്ട് നിർത്താൻ വേണ്ടി പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും. പ്രകടന പത്രികകൾ പുറത്തിറക്കും. അതിൽ തേനും പാലും ഒഴുക്കും. നടപ്പാക്കാൻ കഴിയാത്ത പലതും വാഗ്ദാനമായി ആ പ്രകടന പത്രികയിൽ എടുത്തു ചേർക്കും. അങ്ങനെ ഒരു പ്രകടന പത്രികയായി നിങ്ങൾ മദീന ചാർട്ടറിനെ വായിക്കരുത്. വളരെ കൃത്യതയോടുകൂടി അത് പാലിക്കപ്പെട്ടത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ചരിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകരുടെ കാലത്തിന് ശേഷം, മുത്തനബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഖിലാഫത്തെ ഏറ്റെടുത്ത ഭരണാധിപരും ഇതേ മാതൃക പിന്തുടരുകയാണ്. ഒരനുഭവം, ഒരു ചരിത്രം മാത്രം പറയണമെന്ന് വിചാരിക്കുന്നു. സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലത്ത് അവിടെ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ആ നാട്ടിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പറഞ്ഞതുപോലെ ക്രൈസ്തവരും ജൂതരുമായിരുന്നു. ആ സമൂഹങ്ങൾക്കൊക്കെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയ ആരാധനാ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഉറപ്പ് നൽകുകയാണ്. പക്ഷെ ആ നാട്ടിലെ ക്രൈസ്തവരിൽപ്പെട്ട ചില ആളുകൾക്ക് ഒരു സംശയം. ഇതൊക്കെ ഒരു ഭരണകൂടം അധികാരത്തിലേറുന്ന സമയത്ത് സ്വാഭാവികമായി പറയുന്നതാകില്ലേ, ഇത് സത്യസന്ധമാകുമോ എന്നൊരു സംശയം. അവരിൽ ചില ആളുകൾ ഒരു കാര്യം ചെയ്തു. അവരുടെ ഒരു ചർച്ചിന് മുന്നിലുണ്ടായിരുന്ന, ഒരു ദേവാലയത്തിന് മുന്നിലുണ്ടായിരുന്ന ഉണ്ണിയേശുവിന്റെ മൂക്ക് ചെത്തിക്കളഞ്ഞു. അതൊരു രൂപമാണ്. ആ രൂപത്തിന്റെ മൂക്ക് ചെത്തിക്കളഞ്ഞു. എന്നിട്ട് ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ അടുത്ത് പരാതിയുമായി ചെന്നു. ഇതാ, നിങ്ങൾ പറഞ്ഞ വാക്ക് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനവും വിശ്വാസ സ്വാതന്ത്ര്യവും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പവിത്രമായി കരുതുന്ന ഉണ്ണിയേശുവിന്റെ രൂപത്തിന്റെ മൂക്ക് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കുറ്റവാളികളെ കണ്ടെത്തി. നിങ്ങൾ പറഞ്ഞ വാക്ക് ശരിയാണ് എങ്കിൽ, നീതിപൂർവകമായാണ് നിങ്ങൾ ഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നിങ്ങൾ കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. സയ്യിദന ഉമർ അൽ ഫാറൂഖ് തങ്ങൾ തന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട്, ചുമതലയുള്ള ആളുകളോട് അന്വേഷിക്കാൻ ഉത്തരവ് നൽകുന്നു. 4 പാടും അന്വേഷണം നടക്കുന്നു. ആരെയും കുറ്റവാളികളായി കണ്ടെത്താൻ കഴിയുന്നില്ല. ആരാണിത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ക്രൈസ്തവ മത നേതാക്കളെ വിളിച്ചു വരുത്തി ഉമർ അൽ ഫാറൂഖ് തങ്ങൾ. എന്നിട്ട് അവരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളോട് പറഞ്ഞ വാക്ക് എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വളരെ പവിത്രമായി കരുതുന്ന ഉണ്ണിയേശുവിന്റെ രൂപത്തെ, ആ രൂപത്തിന്റെ മൂക്ക് ഛേദിക്കപ്പെട്ടു എന്നതിനെ വലിയ അപരാധമായി കാണുകയും അതിൽ അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും എനിക്ക് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മേൽ പ്രതിവിധി ചെയ്യാവുന്നതാണ്. ഇതാ, നിങ്ങൾ എൻ്റെ കയ്യിലുള്ള വാൾ ഏറ്റുവാങ്ങൂ, എൻ്റെ മൂക്ക് ഛേദിച്ചോളൂ എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചരിത്രത്തിൽ കാണാൻ കഴിയും. വെറും വാക്ക് പറയുകയല്ല, നടപ്പാക്കാത്തൊരു വാഗ്ദാനവും നൽകുകയല്ല, നടപ്പാകുന്നില്ല എന്ന് വന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആലോചന ഉണ്ടായപ്പോൾ, അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് എൻ്റെ മൂക്ക് ഛേദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാമെന്ന് ആ നാട്ടിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ, അവരുടെ നേതാക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞ, അത് പ്രയോഗവൽക്കരിക്കാൻ അവസരം കൊടുത്ത നേതൃത്വമാണ് സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത് ചെയ്തത്. നിങ്ങൾ പൊറുക്കണം. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഒരു ഭരണകൂടം അധികാരമേൽക്കുന്ന സമയത്ത് പറയുന്ന കേവലം വാഗ്ദാനങ്ങളാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്തത്. ഞങ്ങളോട് പൊറുക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രത്തിന്റെ ബാക്കിയായി നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കൂ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് ഇസ്ലാമിക ഭരണകൂടം പരിഗണിച്ചത് എന്നതിൻ്റെ ഒരു തെളിവായാണ്, ഒരു ഉദാഹരണമായാണ് ഞാനിത് പറയുന്നത്. മുത്തനബിയുടെ ജീവിതത്തിൽ മദീന കാലത്ത് തന്നെ നിങ്ങൾ പരിശോധിക്കൂ. മക്കയിൽ വലിയ വറുതി ഉണ്ടാവുകയാണ്. വലിയ കൊടിയ പട്ടിണിയിലേക്ക് ആ നാട് നീങ്ങുകയാണ്.
ആ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏത് നാടാണ്? മക്ക എന്ന് പറയുന്ന നാടാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ നാടാണ്. തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ച നാടാണ്. ആ നാട്ടിൽ നിന്നാണ് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നത്. വലിയ തോതിൽ ആ നാട്ടുകാരായ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് അന്നുണ്ടായിരുന്ന ആളുകൾ പ്രവാചകരെയും അനുചരരെയും ദ്രോഹിച്ചിട്ടുണ്ട്. നീണ്ട കാലമാണ് താഴ്വരയിൽ കഴിയേണ്ടി വന്നത്. ശരിയായ ഭക്ഷണം ലഭ്യമാകാതെ കായ്കനികളും ഇലകളും ഭക്ഷിച്ച് മാത്രം ജീവിക്കേണ്ടി വന്ന വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ പ്രവാചകാനുയായികൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ധാരാളം മർദ്ദനമുറകൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. ആ നാട്ടിൽ പട്ടിണി വാഴുന്നു. ആ നാട് വറുതിയിലേക്ക് നീങ്ങുന്നു എന്നറിയുമ്പോൾ മദീനയിൽ നിന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് എന്താണ്? മദീനയിൽ നിന്ന് വലിയ വിഭവ സമാഹരണം നടത്തുകയാണ്. നമ്മൾ ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, വയനാട്ടിൽ ഉരുൾപൊട്ടുന്ന സമയത്ത് ഈ മണ്ണാർക്കാട് എന്ന വിഭവങ്ങൾ ശേഖരിച്ച് വാഹനങ്ങളിലാക്കി ഈ പറയുന്ന വയനാട്ടിലേക്ക്, ഉരുൾപൊട്ടുന്ന പ്രദേശങ്ങളിലേക്ക്, കെടുതികൾ ഉണ്ടാകുന്ന നാടുകളിലേക്ക് കൊടുത്തയക്കാറുണ്ട്. ഇസ്ലാമിൽ അതിന് മാതൃകയുണ്ട്. മക്കയിൽ വറുതി ഉണ്ടാകുന്നു എന്ന ഘട്ടം വന്നപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടുകാരിലേക്ക് തന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടുകയാണ്. അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ മദീനയിൽ നിന്ന് സമാഹരിച്ച് മക്കയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. നോക്കൂ, പ്രവാചകർക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതേയുള്ളൂ. ഒരു കാലത്ത് തന്നെ ദ്രോഹിച്ച ആ നാടാണ്. തനിക്ക് വിശ്വാസപരമായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച് ആരാധനകൾ പോലും നിർവഹിക്കാൻ അവസരം നൽകാതെ തന്റെ അനുചരന്മാരെ മർദ്ദിച്ച, അട്ടിയോടിക്കുന്ന വിധത്തിൽ ആ അനുചരന്മാർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിച്ച ദേശമാണ്. ആ നാട്ടുകാർ പട്ടിണി കിടക്കട്ടെ, അവർ വറുതിയിൽ അകപ്പെടട്ടെ, അവരെങ്ങനെ മരിച്ചു തീരട്ടെ എന്ന് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. നമ്മുടെ ഒരു സാധാരണ മനസ്സിൽ അങ്ങനെയാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ തരത്തിലാണ് പല ഭരണകൂടങ്ങളും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാലത്ത് ഒരു ഭരണകൂടത്തോടും സമീകരിക്കാവുന്ന നേതൃത്വമായിരുന്നില്ല. അവിടെയുള്ള മനുഷ്യർ തന്നെ ഒരു കാലത്ത് എതിർത്തവരാണ്, വിശ്വാസ സ്വാതന്ത്ര്യം ഹനിച്ചവരാണ്. എങ്കിൽ പോലും അവർ പട്ടിണിയിലേക്ക് പോകരുത്, അവർ വറുതിയിലേക്ക് പോകരുത്, അവർ സുരക്ഷിതരായിരിക്കണമെന്ന് ആലോചിച്ച് അതിനുവേണ്ടി മദീനയിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി മക്കയിലേക്ക് കൊടുത്തയച്ച നേതാവിന്റെ പേരാണ്, ഭരണാധിപരുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ മനുഷ്യ സൗഹൃദത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച് നമുക്ക് എത്രയെങ്കിലും പറയാൻ കഴിയും. നിങ്ങൾ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ആളുടെ ചരിത്രം കേട്ടിട്ടുണ്ടാകും. സുമാമ എന്ന് പറയുന്നത് യമാമയിൽ ഒരു ഭരണത്തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ഹോബി മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും ആക്രമിക്കുകയാണ്, ദ്രോഹിക്കുകയാണ്, പറ്റുമെങ്കിൽ കൊലപ്പെടുത്തുകയാണ്. ഒരവസരത്തിൽ സുമാമ എന്ന് പറയുന്ന ആ ഭരണാധികാരിയെ മുത്തുനബിയുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് അനുചരന്മാർ. ബന്ധിച്ചു കൊണ്ടുവന്നിട്ട് പ്രവാചകരുടെ മുന്നിൽ നിർത്തുന്നുണ്ട്. പ്രവാചകർ ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുമാമ, എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഇപ്പൊ ഞങ്ങളുടെ പിടിയിലാണ്, ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ച ആളാണ്, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. സുമാമ, ഇപ്പൊ നീ ഞങ്ങളുടെ ബന്ദിയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? സുമാമ പറയുന്ന ഒരു മറുപടി ഉണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുമാമ പറയുന്ന മറുപടി ഇതാണ്: മുഹമ്മദേ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ നല്ല രക്തയോട്ടമുള്ള മനുഷ്യനെയാണ് കൊല്ലുന്നത്, നല്ല തണ്ടും തടിയുമുള്ള മനുഷ്യനാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, നല്ല തണ്ടും തടിയുമുള്ള നല്ല രക്തയോട്ടമുള്ള മനുഷ്യനെയാണ് കൊല്ലുന്നത്. അതല്ല, എന്നോട് നീതിപൂർവകമായി വർത്തിച്ച് എന്നെ വിട്ടയക്കുകയാണെങ്കിൽ, എന്നോട് അനുഗ്രഹം കാണിക്കുകയാണെങ്കിൽ, നന്ദിയുള്ള ഒരു മനുഷ്യനോടാണ് നിങ്ങൾ അനുഗ്രഹം കാണിക്കുന്നത്, നിങ്ങൾ കാരുണ്യം ചെയ്യുന്നത് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുമാമ മറുപടി പറയുന്നുണ്ട്. പ്രവാചകർ അന്നൊന്നും പറയുന്നില്ല. രണ്ടാം ദിവസവും വന്നു, ചോദ്യം ആവർത്തിച്ചു, മറുപടിയും അത് തന്നെയാണ്. മൂന്നാമത്തെ ദിവസവും മുത്തുനബി ഇതേ ചോദ്യം ആവർത്തിച്ചു. മൂന്നാം ദിവസത്തെയും മറുപടി അതാണ്. മൂന്നാം ദിവസം മുത്തുനബി പറയുന്നു അനുചരരോട്, നിങ്ങൾ ആ മനുഷ്യനെ വിട്ടേക്കൂ, അയാളെ മോചിപ്പിച്ചേക്കൂ, അയാളെ ഇനിയും മന്തിയാക്കി വെക്കേണ്ടതില്ല എന്ന് പറയുന്നു. ആ മനുഷ്യൻ പോയി കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി വന്ന് മുത്തുനബിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. എന്നിട്ട് മുത്തുനബിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: പ്രവാചകരെ, അങ്ങയുടെ മുഖത്തോളം ദേഷ്യമുള്ള ഒരു മുഖം ഈ സമയം വരെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പൊ എൻ്റെ മനസ്സിന്റെ സ്ഥിതിയാണെന്ന് എന്താണെന്ന് അറിയുമോ? നബിയെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം, ഏറ്റവും പ്രിയങ്കരമായ മുഖം അങ്ങയുടേതാണ്. നബിയെ,
എനിക്ക് ഈ സമയം വരെയും ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ആളുകൾ ആരാണ് എന്നറിയുമോ? നിങ്ങളുടെ ഈ ചുറ്റിലും നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇപ്പോഴവരാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് ഏതാണെന്ന് അറിയുമോ? നിങ്ങളുടെ ഈ മക്കയാണ്. ഈ മക്കയാണ് ഇപ്പോൾ, ഈ മദീനയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന്റെ ചരിത്രത്തിന്റെ ബാക്കി കൂടി നമ്മൾ പഠിക്കുകയാണ്. സുമാമത്ത് ബിൻ ഉസാൽ തന്റെ നാട്ടിൽ തിരിച്ചുപോയിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. എന്താണ് തീരുമാനം എന്നറിയുമോ? ആ കാലഘട്ടത്തിൽ മക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ധാന്യം എത്തിയിരുന്നത് ഈ പറയുന്ന യമാമയിൽ നിന്നാണ്. സുമാമത്ത് ബിൻ ഉസാൽ പ്രവാചകരുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒരു കാര്യം തീരുമാനിക്കുന്നു. നബി തങ്ങളെ ദ്രോഹിച്ച നാടാണ്. അവിടെയുള്ള മനുഷ്യ പ്രവാചകാനുചരർക്ക്, തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ്. ആ ആളുകളോട് ഒരു തരത്തിലുള്ള സന്ധിയുമില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിഭവങ്ങൾ എത്തിക്കേണ്ടതില്ല. മേലിൽ ഒരു മണി ധാന്യം പോലും ഈ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് കൊടുത്തയക്കില്ല എന്ന് സുമാമത്ത് ബിൻ ഉസാൽ തീരുമാനിക്കുന്നുണ്ട്. സുമാമത്ത് ബിൻ ഉസാലിന്റെ ഈ തീരുമാനം വലിയ പ്രതിസന്ധിയാണ് മക്കയിൽ ഉണ്ടാക്കുന്നത്. ജനങ്ങൾ വലിയ പട്ടിണിയിലേക്ക് പോവുകയാണ്, പ്രശ്നമായി തീരുകയാണ്. അവർ പലതരത്തിൽ സുമാമയോട് അനുരഞ്ജനത്തിന് ശ്രമിക്കുകയാണ്. നിങ്ങളോട് പഴയതുപോലെ സഹകരിക്കണം, പണം എത്ര വേണമെങ്കിലും കൂട്ടിത്തരാമെന്നൊക്കെ പലതരത്തിൽ സമീപിച്ചു. സുമാമത്ത് ബിൻ ഉസാൽ വഴങ്ങാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ അവർ വരുന്നത് എവിടെയാണ്? മുത്തുനബിയുടെ അടുത്ത് വന്നു, പരാതി പറഞ്ഞു. പ്രവാചകരെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ധാന്യം എത്തിക്കൊണ്ടിരുന്ന നാടാണ് യമാമ. അവിടെയുള്ള ഭരണാധികാരി നിങ്ങളുടെ ആശയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങളോട് സഹകരിക്കില്ല എന്ന് പറയുന്നു. മുത്തുനബി ആ സമയത്ത് പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്? സുമാമയോട് നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സുമാമ, നിങ്ങൾ പഴയ കാലത്ത് എത്രയാണോ മക്കയിലേക്ക് ധാന്യം കൊടുത്തത്, ആ അളവിൽ തന്നെ, ആ അളവ് കുറയാതെ തന്നെ നിങ്ങൾ ധാന്യം നൽകണം. അവർക്ക് നിങ്ങൾ ഭക്ഷണങ്ങൾ വിലക്കരുത്, നിങ്ങൾ ധാന്യം വിലക്കരുത്, അവരെ പട്ടിണിയിലാക്കരുത് എന്ന് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന തന്റെ അനുചരന് നിർദ്ദേശം നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. പ്രവാചകരെ വിമർശിക്കുന്ന ആളുകളുണ്ട്, പ്രവാചകരെ പലതരത്തിൽ ഇന്നും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാമിക ചരിത്രം എന്താണ് എന്ന്, പ്രവാചകർ എങ്ങനെയാണ് ഭരണം നടത്തിയത് എന്ന് മുത്തുനബിയുടെ മദീന ഖണ്ഡം പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്നതാണ്. അത്രമേൽ മനോഹരമായി തന്റെ ജനതയെ അഭിമുഖീകരിച്ച, ഒരു നാടും പട്ടിണിയിലേക്ക് പോകരുത് എന്നാഗ്രഹിച്ച, തന്റെ ശത്രു രാജ്യമാണ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാലത്ത് തന്നെ ശത്രുവായി കണ്ട ആളുകളുടെ നാടാണ് എന്നതുകൊണ്ട് മക്കയിലെ ജനങ്ങൾ പട്ടിണി കിടന്നും മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച് നടപടി സ്വീകരിച്ച, നിലപാടുകൾ സ്വീകരിച്ച ഭരണാധിപരെയാണ് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുന്നത്. നോക്കൂ, പ്രവാചകരുടെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ധർമ്മസമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ധർമ്മസമരം എന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. യുദ്ധം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ആലോചനയില്ലാത്ത ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ്. ഇന്നും നമ്മൾ ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീനിൽ യുദ്ധം നടക്കുന്നു എന്നാണ് ഇന്നലെ പോലും ഒരു മാധ്യമം എഴുതിയത്. ഗസയിലെ യുദ്ധം എന്നാണ് ഒരു മാധ്യമത്തിൽ, ഒരു പത്രത്തിൽ ഞാൻ വായിക്കാനിടയായത്. അവിടെ എവിടെയാണ് യുദ്ധം നടക്കുന്നത്? ഒരു യുദ്ധം എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പുറത്താരെങ്കിലും ഒക്കെ പ്രതികരിക്കാൻ ഉണ്ടാകേണ്ടതുണ്ട്. രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടുമ്പോഴാണല്ലോ ഒരു യുദ്ധം സംഭവിക്കുന്നത്. ഫലസ്തീനിൽ എവിടെയാണ് യുദ്ധം സംഭവിക്കുന്നത്? ആ ജനതയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഒരു കൂരയ്ക്ക് കീഴിൽ അന്തിയുറങ്ങാൻ കഴിയാത്ത നിരാലംബരായ, നിസ്സഹായരായ മനുഷ്യർ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആശുപത്രികളില്ല, കുടിക്കാൻ വെള്ളം ലഭിക്കുന്നില്ല, കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നില്ല. എന്തിന്? പിഞ്ചുകുട്ടികളെ മുലയൂട്ടാൻ സ്വന്തം മാതാക്കൾക്ക് കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ നാടിനെ നോക്കിയിട്ട് ആർക്കെങ്ങനെയാണ് യുദ്ധം എന്ന് പറയാൻ കഴിയുന്നത്? എത്രമേൽ അപലപിക്കപ്പെടേണ്ട വാക്കാണ് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അവിടെ ഒരു യുദ്ധവും സംഭവിക്കുന്നില്ല, അവിടെ ഒരു സംഘർഷവും നടക്കുന്നില്ല. നടക്കുന്നത് ഏകപക്ഷീയമായ ആക്രമണമാണ്. നോക്കൂ, 68,000-ലേറെ മനുഷ്യരെയാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ കൊന്നുകളഞ്ഞത്. അതിൽ 15,000-ലേറെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ഒരു ഭാഗത്ത് ബോംബിങ്ങിലൂടെ കൊല്ലുകയാണ്, മറുഭാഗത്ത് ആശുപത്രി സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ്, മുഴുവൻ ആശുപത്രികളെയും ഇല്ലാതാക്കുകയാണ്. ഇനിയൊരു ഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുറപ്പാക്കുകയാണ്, വിഭവങ്ങൾ ലഭിക്കുന്നില്ല എന്നുറപ്പാക്കുകയാണ്. പട്ടിണിക്കിട്ട് മക്കളെ കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാടിനെ നോക്കിയിട്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് യുദ്ധമെന്ന് വിളിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് സംഘർഷമെന്ന് വിളിക്കാൻ കഴിയുന്നത്? തികച്ചും ഏകപക്ഷീയമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെപ്പോലും കുരുതി കൊടുക്കുകയാണ്, ബോംബ് വർഷിച്ച് കൊന്നൊടുക്കുകയാണ്. ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. ഇന്നലെ പിറന്ന കുഞ്ഞ് ഇന്ന് മയ്യത്തായി മാറിയ കാഴ്ച നമ്മളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ കാണുകയാണ്. ഒരു ദിവസം പോലും
ഒരു ദിവസം പോലും ആയുസ് അനുഭവിക്കാതെ ഈ ഭൂമിയിൽ സ്വന്തം മാതാപിതാക്കളെ പോലും കണ്ണു തുറന്ന് കാണാൻ അനുവാദം നൽകാതെ, അതിന് പോലും അവസരം നൽകാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതിനെ യുദ്ധമെന്ന് വിളിക്കരുത്, സംഘർഷമെന്ന് വിളിക്കരുത്. ഏകപക്ഷീയമായ കുരുതിയാണ്, കുറ്റക്കുരുതിയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ചില ആളുകളൊക്കെ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒക്ടോബർ 7 കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ നിർവാഹമില്ല. 2023 ഒക്ടോബർ 7 ഫലസ്തീനിന്റെ ചരിത്രം ആരംഭിച്ചത്. ആ ചരിത്രം അതിനു മുമ്പ് ആരംഭിച്ചതാണ്. നീണ്ട കാലമായി അവിടെ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ കൂട്ടക്കൊലയിലും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഫലസ്തീനികളുടെ ജീവിതം സുരക്ഷിതമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിലേക്ക് ദീർഘിച്ച് കടക്കുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുഖത്ത് പോലും പാലിക്കേണ്ട, ധർമ്മസമരമുഖത്ത് പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച്, അച്ചടക്കത്തെക്കുറിച്ച് അനുചരന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, അവിടുന്ന് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് അനുചരന്മാരോട് പറയുന്നത്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ ദ്രോഹിക്കരുത്, ശുദ്ധമായ ജലം മലിനപ്പെടുത്തരുത്, നിങ്ങൾ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സംഘർഷ ഭൂമിയിൽ പോലും, ഒരു പ്രശ്നഭൂമിയിൽ പോലും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച്, മാർഗരേഖയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു നേതാവിനെ, ഒരു ഭരണാധിപനെ ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് മറ്റെവിടെയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ഇത്രമേൽ മനോഹരമായി ഒരു ധർമ്മസമരകാലത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്, ഇത്രമേൽ മനുഷ്യത്വപരമായി, മനുഷ്യ സൗഹൃദപരമായി ഒരു സമരമുഖത്ത് അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിച്ച ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചരിത്രമാണ് വർത്തമാനകാലത്ത് നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ടത്. മനുഷ്യരോട് മാത്രമല്ല, സകല ചരാചരങ്ങളോടും കാരുണ്യത്തോടു കൂടി വർത്തിക്കുകയാണ്. തൻ്റെ ചുറ്റിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേതെല്ലാം ജീവജാലങ്ങളുണ്ടോ അവർക്ക് കൂടി ഉറപ്പാക്കേണ്ടതാണ് നമ്മുടെ നാടിന്റെ വിഭവങ്ങളെന്ന് പഠിപ്പിക്കുകയാണ് മുത്തുനബി പറയുന്നത്. നോക്കൂ, നിങ്ങൾ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന്, അത് പ്രതിഫലാർഹമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര ചെറുതെന്ന് തോന്നുന്ന കാര്യത്തിലാണ് അവിടുത്തെ അധ്യാപനമുള്ളത്. നിങ്ങൾ കറവക്കാരാണ് എങ്കിൽ, അന്ന് ഒട്ടകത്തെയാണ് കറവക്കാരുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ പശുക്കളുണ്ട്, എരുമകളുണ്ട്. നിങ്ങൾ കറവക്കാരാണ് എങ്കിൽ നിങ്ങളുടെ കൈവിരലിന്റെ നഖത്തിന്റെ മൂർച്ച കുറച്ച് മൃദുപ്പെടുത്തണമെന്ന്, ആ മൂർച്ച കൊണ്ട് നിങ്ങളുടെ നഖത്തിന്റെ പോറലേറ്റ് നിങ്ങളുടെ ആ പശുവിന്റെ വളർത്തുമൃഗത്തിന്റെ അകിടിന് വേദനിക്കുമെന്ന്, അങ്ങനെ വേദനിക്കാനുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് വളരെ ചെറുതെന്ന് തോന്നുന്ന കാര്യമാണ്. പക്ഷെ അതുപോലും പറയുകയാണ്. ആ ജീവിയോടുള്ള കാരുണ്യമാണ്, ആ ജീവിയുടെ കാര്യത്തിൽ കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു ജീവിയെ, ആ ജീവിക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ അതിനെ കൊണ്ട് വഹിപ്പിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയാണ്. വളർത്തുമൃഗങ്ങളെ പട്ടിണിക്കിടരുത് എന്ന്, അവർക്ക് വെള്ളം കൊടുക്കണമെന്ന്, അവർക്ക് ആവശ്യമായ വിധത്തിൽ അവരെ ഊട്ടണമെന്ന്, അവർക്ക് ആവശ്യമായത് നൽകണമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാനവികത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യരിലേക്ക് മാത്രം നീളുന്ന കാരുണ്യമെന്നല്ല, മറിച്ച് സകല ചരാചരങ്ങൾക്കും അനുഭവവേദ്യമാകുന്ന അതിവിശാലമായ കാരുണ്യത്തെക്കുറിച്ചാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ്. എങ്കിൽ ആകാശത്തിലും ആധിപത്യമുള്ള അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്രമേൽ വലിയ നീതിബോധമാണ് അവിടുന്ന് പ്രകടിപ്പിച്ചത് എന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ. എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഇസ്ലാമിക വിധിപ്രകാരം അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ മറ്റെവിടെയാണ് കണ്ടുമുട്ടുക? നോക്കൂ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞ മറ്റൊരു വചനമുണ്ട്. ആ വചനം എന്താണ്? ഫാത്തിമന്റെ കരളിന്റെ കഷ്ടമാണ് എന്നാണ്, എൻ്റെ കരളിന്റെ കഷ്ടമാണ് എന്നാണ്. അത്രമേൽ മുത്തുനബിക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു ഫാത്തിമ ബീവി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുറ്റത്ത് നിസ്കാരത്തിലിരിക്കുന്ന സമയത്ത്, സുജൂദിലിരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ ശിരസിലേക്ക്, പിടലിയിലേക്ക് ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിടുന്നുണ്ട് ശത്രുക്കൾ. ആരാണത് പോയി നീക്കുന്നത്? അന്ന് കുട്ടിയായിരുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അത് നീക്കം ചെയ്യുന്നത്, പ്രവാചകർ സുജൂദിൽ എഴുന്നേൽക്കാൻ സഹായിക്കുന്നത്. ആ ഫാത്തിമ ബീവിയെ കുറിച്ചാണ് മുത്തുനബി പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന്. ആ നീതിബോധത്തിന്റെ വലിപ്പം എത്രയാണ് എന്ന്
ആലോചിച്ചു നോക്കൂ. സ്വന്തം മകളുടെ കാര്യത്തിൽ പോലും ഇസ്ലാമിക വിധി നടപ്പാക്കുമെന്നാണ്, ഒരു പക്ഷപാതിത്വം ഉണ്ടാകില്ല എന്നാണ്, സ്വജനപക്ഷപാതപരമായ ഒരു നിലപാട് നിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷേ ഇക്കാലത്തെ ഭരണകൂടങ്ങളെ നിങ്ങൾ മനസ്സിലേക്കൊന്ന് വെറുതെ കൊണ്ടുവരിക. എന്തെല്ലാം തരത്തിലുള്ള സ്വജനപക്ഷപാതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തക്കാരെ സഹായിക്കുകയാണ്, സ്വന്തക്കാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കുകയാണ്, അതിനെ ന്യായീകരണം ചമച്ച് ആ രീതിയിലൊക്കെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആധുനിക ഭരണകർത്താക്കളുടെ മുന്നിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുവചനത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. എൻ്റെ മകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും, അവൾ തെറ്റ് ചെയ്താൽ പോലും, ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്താൽ പോലും ഇസ്ലാമിക വിധി പ്രകാരമുള്ള ശിക്ഷ നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു ഭരണാധിപരെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. എന്തുകൊണ്ടാണ് ആധുനിക ലോകം പ്രവാചകരിലേക്ക് സഞ്ചരിച്ചെത്തുന്നത്? നോക്കൂ, നാനാഭാഗത്ത് നിന്ന് ഇസ്ലാമിനെയും പ്രവാചകരെയും ഒക്കെ അധിക്ഷേപിക്കാൻ പലരും പണം വാങ്ങിയും അല്ലാതെയും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി, മുസ്ലിം വിരോധവും പ്രവാചക വിദ്വേഷവും ഒക്കെ പരത്തുന്നതിന് വേണ്ടി പല സംഘങ്ങൾക്കും പലരും പണം നൽകുന്നു എന്നാണ് പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് പോലും ഇസ്ലാമിനെ അറിയാൻ, മുസ്ലിങ്ങളെ അറിയാൻ, പ്രവാചകരെ അറിയാൻ ലോകം മുന്നോട്ട് വരികയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത കാണാനിടയായത്. എന്താണ് ആ വാർത്ത? ഗസയിലേക്ക് സഹായവുമായി പോയ ഫ്ലോട്ടില്ല ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന ഒരു കപ്പലിന്റെ ഇറ്റാലിയൻ ക്യാപ്റ്റൻ ഇസ്ലാം സ്വീകരിച്ചു, ഇസ്രായേലിന്റെ തടവിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം കാണാനിടയായി. എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ അറിയാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ഈ തരത്തിലുള്ള പ്രതിരോധത്തെക്കുറിച്ച്, മുസ്ലിങ്ങളുടെ അതിജീവനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കാൻ സന്നദ്ധമാകുന്നത്? നിങ്ങൾ ഫലസ്തീനിൽ അനേകം പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു മനുഷ്യൻ പോലും, ഒരൊറ്റ മനുഷ്യൻ പോലും പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്തതായി, വേദന കൊണ്ട് ആത്മഹത്യ ചെയ്തതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അനേകായിരം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടില്ലേ? 68,000 മനുഷ്യരെ ഈ 2 വർഷത്തിനിടയിൽ കൊന്നുകളഞ്ഞിട്ടില്ലേ? ഇനിയും ഒരുപാട് ലക്ഷക്കണക്കായ മനുഷ്യർ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ആശുപത്രികൾ പോലും ലഭ്യമല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ആ മനുഷ്യരിൽ ഒരാൾ പോലും ആത്മഹത്യ ചെയ്തതായി ഒരു വാർത്തയും വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? ഇസ്ലാമിന്റെ ഭദ്രതയാണത്, മുസ്ലിം ജീവിതത്തിന്റെ അതിജീവന മാർഗമാണത്. അങ്ങനെ ആത്മഹത്യ ചെയ്യരുത് എന്ന്, ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന ഇച്ഛാശക്തി പകരുന്നത് അവരുടെ ആത്മീയ ബോധമാണ്. ആ ആത്മീയ ബോധത്തെക്കുറിച്ചാണ് ലോകം അത്ഭുതത്തോടെ കാണുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകരെ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും പിൽക്കാലത്ത് ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും ഒരു വേള ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വരാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മുത്തുനബിയുടെ ജീവിതം എന്തായിരുന്നുവെന്ന്, എന്താണ് ലോകത്തേക്ക് അവിടെ നിന്ന് ബാക്കി വെച്ചത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. തിരുത്തപ്പെടേണ്ട കാലത്ത് പ്രവാചക സന്ദേശങ്ങളെ കൊണ്ട് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് നമ്മുടെ മാർഗമെന്ന് പറയുന്നത്. വിദ്വേഷ പ്രചാരണങ്ങളെ മറുത്തൊരു വിദ്വേഷ പ്രചാരണം കൊണ്ടല്ല, വർഗീയതയെ മറ്റൊരു വർഗീയ പ്രചാരണം കൊണ്ടല്ല, ഒരു ഫാഷിസത്തെയും മറ്റൊരു ഫാഷിസം കൊണ്ടല്ല, ഒരായുധത്തെയും മറ്റൊരായുധം കൊണ്ടല്ല, മറിച്ച് പ്രവാചക ദർശനങ്ങൾ കൊണ്ടാണ്, ഇസ്ലാമിക മൂല്യങ്ങൾ കൊണ്ടാണ് ഇക്കാലത്ത് നമുക്ക് തിരുത്തേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി എല്ലാ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാമത്തെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി യാക്കൂബ് മാസ്റ്റർ.